ചിലപ്പോൾ വന്നു, ചിലപ്പോൾ വരില്ല. യെസ്, പതുക്കെ പോവും. നിങ്ങൾ അരുവിക്കുഴിയിലേക്കുള്ള യാത്രയിലാണ്. ചെല്ലാർ കോവിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു പുതിയൊരു ടൂറിസം പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അങ്ങോട്ട് വേറെ ഇതല്ലാതെ ഒരു വഴിയുണ്ട്. ആ വഴി ഇപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്ന കാരണം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വേറെ കുറച്ച് ഡീവിയേഷൻ എടുത്തിരിക്കുന്നതാണ്. ഈ ഒരു ഡ്രൈവുണ്ട്. ശരിക്കും ഇത് ഈ ഒരു യാത്ര തന്നെയാണ് രസം. കാറിന് അത്ര രസമല്ലെങ്കിലും ഡ്രൈവിങ് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാണ് അല്ലേ? അതെ, ഓണറിന് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പോയിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഇട്ടിട്ടേ നമുക്ക് അങ്ങോട്ട് നടന്നു പോകുന്നതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടുപോകും. വണ്ടി ഇവിടം വരെ വരുള്ളൂ, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ കരുതി. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഉഗ്രം വ്യൂ ആണ് ഇവിടുന്ന്. തമിഴ്നാടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുന്ന് താഴത്തേക്ക് തമിഴ്നാടും ഇവിടുന്ന് ഇത് കേരളമാണ്. ഇത് കണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ. നാളത്തേക്ക് റോഡ് റെഡിയാകുമെന്നാണ് പറഞ്ഞത്. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ തിരിച്ചു പോകണ്ട, ഇവിടുത്തെ പരിപാടികളെല്ലാം തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു റോഡ് വഴി വന്നത്. ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് ചെല്ലാർ കോവിൽ വ്യൂ പോയിൻ്റ് വരുന്നത്. അതിവിടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെയും ഈ പറഞ്ഞ പോലെ കുറച്ച് എന്തോ ഒരു ടൂറിസം പ്രോജക്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നീടത് നിർത്തി അവിടെ. അത് അവർ ലീസിന് കൊടുത്തേക്കിരുന്നില്ല അവിടെ. ആ ഒരു പ്രോജക്റ്റൊക്കെ വന്നിട്ട് വാച്ച് ടവറും അതൊക്കെ സൊസൈറ്റിക്ക് അല്ലേ. ഇവിടെ എന്തോ സ്പൈസ് ടൂറിസത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ. ഓക്കെ, നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പാർക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ. കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. ഓൺലൈനിലായിരുന്നു ഉദ്ഘാടനം. മുഖ്യമന്ത്രിയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്. ഇപ്പം ഇവിടെ എന്തെങ്കിലും പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയോ? എന്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ? ഇവിടെ ഇപ്പോൾ ഈ പാർക്കൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ? എന്താ ഇപ്പൊ ഉള്ളതെന്ന് പറയാമോ? ഓക്കെ, ആ വ്യൂ കാണാന്നുള്ളതല്ലാതെ പിന്നെ ഈ ബിൽഡിംഗ് ഒക്കെ എന്തോ കഫറ്റേരിയ ഒക്കെ വരുന്ന. അത് ശരി. അപ്പൊ എന്തോ കഫറ്റേരിയ ഒക്കെ വരുന്ന കാര്യം പറയണ്ടായിരുന്നല്ലോ. ആയിട്ടില്ല. അപ്പോൾ ഇതാണ് അരീക്കുഴിയുടെ എൻട്രൻസ് ആണിത്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം, ഈ ഒരു ആർച്ച് കാണാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അരുവിക്കുഴി വ്യൂ പോയിന്റ്. ഈ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ്. അപ്പോൾ തേക്കടിയിൽ വരുന്നവർ ഇവിടെ വന്ന് ഈ ഒരു വ്യൂ പോയിന്റിൽ വരിക, കാണുക. ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നു. നാളത്തേക്ക് ഇങ്ങോട്ടുള്ള അപ്രോച്ച് റോഡ് റെഡിയാവും. അപ്പോൾ ഇങ്ങോട്ട് എത്താനായിട്ട് എളുപ്പമായിരിക്കും. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വഴിയുണ്ടല്ലോ, ഇതിപ്പോൾ ഇത്രയും ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബാക്കി കൂടി കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാളത്തേക്ക് റോഡ് കംപ്ലീറ്റ് ആവും, വർക്ക് കംപ്ലീറ്റ് ആവും.
കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പ് അരുവിക്കുഴി ടൂറിസം പദ്ധതി ചക്കുവള്ളം ടൂറിസം സർക്യൂട്ട് 22-ാം തീയതി 22 ഒക്ടോബറാണ് ശ്രീ പിണറായി വിജയൻ നമ്മളുടെ മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊരു എൻട്രി ഫീ ഉണ്ട്. 20 റുപ്പീസാണ് പെർ ഹെഡ് ഇവർ ചാർജ് ചെയ്യുന്നത്. ബേസിക്കലി ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. വ്യൂ ആണ് മെയിനായിട്ടുള്ളത്. ഒരു സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്, പിന്നെ തമിഴ്നാട്ടിലേക്കുള്ള വ്യൂ, അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത്. പിന്നെ ഈ ഒരു സ്ട്രീം ഏതാ ചന്ദനം? ഇതാ. ഓ അത് ശരി. ഈ കാണുന്നത് ചന്ദനമാണ്. ഉണ്ടാവില്ല അല്ലേ? ചന്ദനം ചന്ദനം അതെ അതെ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ തീർത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് തീർന്നു. ആ കാണുന്ന ബിൽഡിംഗ് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റാണ്. അതിൻ്റെ താഴെ ഒരു കോഫി ഷോപ്പിനുള്ള ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലേക്കുള്ള വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. എനിക്ക് തോന്നുന്നു തേക്കടിയിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വന്ന് ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം വേറെ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? റോസ് പാർക്കൊക്കെ ഉള്ളൂ. അത്രയൊക്കെ ഉള്ളൂ, പ്രൈവറ്റ് ആയിട്ടുള്ള പാർക്കുകൾ മാത്രം. പക്ഷേ ഇതേപോലെ ഒരു സ്ട്രീമും ഇങ്ങനത്തെ ഒരു വ്യൂ പോയിന്റും ഒക്കെ ഉള്ളത് ബെസ്റ്റ് ടൈം ഈവനിങ് ടൈം ആണ്. അതെ അതെ അതെ. മോർണിംഗ് ഏർലി മോർണിംഗ് അല്ല ഒരു 9 മണിക്ക് മുമ്പ്, ഇല്ലെങ്കിൽ വൈകുന്നേരം. ഈ സമയമാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു കോഫി ഷോപ്പും കൂടി റെഡി ആയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കുറേ ഇരിക്കണം. നോക്കാം വെള്ളം പോകുന്ന ഇത് മനോഹരമായിട്ടുണ്ടെന്ന് നോക്കി. ബ്യൂട്ടിഫുൾ. ഇവിടുന്ന് അങ്ങ് താഴത്തേക്ക് പോകുന്നതാണ് ആ കുഴിയാണല്ലേ? ആ കുഴിക്കാണ് പറയുന്നത് അരുവിക്കുഴി എന്ന് പറയുന്നത് അല്ലേ? അതെ അതെ. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ഈ ഒരു ഫോളല്ലേ കാണുന്നത്. ഇവിടെ നമ്മുടെ താഴത്തേക്ക് ഒരു വാട്ടർഫോളാണ്. ഈ വെള്ളം വന്ന് വീഴുന്നൊരു ഇതാണ് നമുക്ക് ആ സൈഡിൽ, അതായത് ഈ മലയുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കാണാം ഈ വെള്ളം ഇങ്ങനെ താഴത്തേക്ക് ഒത്തിരി അടി താഴ്ചയിലേക്കാണ് അത് പോകുന്നത്. തമിഴ്നാട്ടിലേക്ക് ചെന്ന് ലാൻഡ് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി റിസ്ക് എടുക്കണ്ടല്ലോ. ഇല്ല, അങ്ങോട്ട് പോകാൻ പാടില്ല. ഇവിടെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് തമിഴ്നാടാണ്. ഇത് കണ്ടോ? ദിസ് ഈസ് നോട്ട് എ പബ്ലിക് പാത്ത് ഹിയർ ട്രസ്പാസിംഗ് ത്രൂ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ഇതിനപ്പുറത്തേക്ക് തമിഴ്നാടാണ് വരുന്നത്. ഇത് അങ്ങോട്ട് പാസ് ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് അതിക്രമിച്ച് കിടക്കുന്നതും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നതും തമിഴ്നാട് വനം നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാകുന്നു. നമ്മളവിടെ ജസ്റ്റ് പോയി നിന്നാൽ പോലും ആ കാറ്റിൻ്റെ ഇതിൽ നമ്മളങ്ങോട്ട് ഇതായി പോകും ചാൻസ് ഉണ്ട്. അവിടെ പോലും അങ്ങനെ പോലും പോകില്ല. അങ്ങനെ റിസ്ക് എടുക്കാതെ നമ്മൾ ചെയ്യാറുന്നില്ല. അവിടെ റിസോർട്ടുണ്ടോ? അതാരുടെയാ? മറ്റേ അച്ഛൻ്റെ ആണെന്നോ അല്ലേ? അവരെന്തോ ഒരു പള്ളിയിലച്ഛൻ എന്തോ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇവിടെ കണ്ടോ ഈ വെള്ളം ഇവിടെ നിന്ന് ഒഴുകി ഇങ്ങോട്ട് താഴത്തേക്ക് പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുത്തനെയുള്ള ഒരു
എന്താ പറയുക, ഒരു കൊക്കയാണ്. ആ കൊക്കയിലേക്കാണ് അങ്ങോട്ടാണ് പോയി വീഴുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. അതേപോലെ അത്രയും ഡീപ്പായിട്ടുള്ളൊരിതാണ്. ഇവിടെ നിന്ന് പിള്ളേർ നേരത്തെ ാണ് ഇപ്പോൾ വരുന്നത്. ഈ സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് അറിഞ്ഞു വരുന്നേ ഉള്ള ആളുകൾ. ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈവനിങ് ഒക്കെ ഒത്തിരി ആളുകൾ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തേക്കൊക്കെ അറിഞ്ഞ് വരുന്നേ ഉള്ളൂ ആളുകൾ. ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ഉള്ളൊരു ഏലക്കാട്ടിലാണ്. നിങ്ങൾക്ക് കാണാം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം ഏലമാണ് ഇവിടെ ഉള്ളത്. ഒരു സൈഡിൽ ഏലം, ഒരു സൈഡിൽ കാപ്പി, കുരുമുളക്, അങ്ങനെയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അപ്പോൾ ഏലത്തിൻ്റെ ചെടിയെ ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഇതിൻ്റെ മുന്നിൽ നമ്മൾ ഈ ഏലക്കാട്ടിൽ കൂടി പോകുന്നത്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അരുവിക്കുഴിയുടെ ആ ഒരു വാട്ടർഫാളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, വേറെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെറ്റർ വ്യൂ കിട്ടുമെന്ന്. എൻ്റെ അമ്മോ, ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? സത്യം പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് ചെല്ലാനായിട്ട് പേടിയാവുന്നു. താഴത്തേക്ക് നോക്കിയിട്ട് എന്തോ പോലെ. Oh, beautiful, beautiful view. Look at these mountains. Amazing. ഇവിടെ ഒത്തിരി ആളുകൾ വരുന്നതാണ് ഇവിടെ. ഈ ഒരു നമ്മൾ നിന്നിരുന്നത് ഇവിടെയാണ്. നമ്മൾ നിന്നിരുന്നത് നേരത്തെ. ആ അരുവിക്കുഴി വ്യൂ പോയിൻ്റാണ്. നിങ്ങൾക്ക് അവിടെ കാണാം. ആ ബിൽഡിംഗ് ഒക്കെ അവിടെ ഉണ്ട്, ഉണ്ടോ? ഈ ഒരു വെള്ളം വന്ന് വീഴുന്ന ആ ഒരു ഇത് കണ്ടോ? അവിടെയാണ് നമ്മൾ നേരത്തെ പോയത്. അവിടെ നിന്ന് താഴത്തേക്ക് വെള്ളം വന്ന് വീഴുന്നു. ഇവിടെ ഈ സൈഡിൽ കാണുന്നതാണ് തമിഴ്നാട്. ഏകദേശം സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് അല്ലേ? ബ്യൂട്ടിഫുൾ വ്യൂ. അപ്പോൾ ഇന്നത്തെ ചെല്ലാർകോവിൽ വിസിറ്റും അതേപോലെ തന്നെ അരുവിക്കുഴി പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഞങ്ങൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിലുള്ള ഒരു ബെല്ലൈക്കൺ അതൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.